സെൻസർ ബോർഡ് നിശ്ചയിക്കേണ്ടത്. അതിലെ ഓരോ സീനും അത് സമൂഹത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുമോ, സമൂഹത്തിൽ ആരെങ്കിലും ഹർട്ട് ചെയ്യും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, വയലൻസ് അത് ഒരു പരിധിയിൽ കൂടുതലുണ്ടോ, അക്കാര്യങ്ങളെല്ലാം നോക്കാനാണല്ലോ സെൻസർ ബോർഡ്. എന്നിട്ടും എന്തുകൊണ്ട് ആകെ 10-15 സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡിന്റെ ആ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിലാകെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് 20 സെക്കൻഡിൽ താഴെ മാത്രമാണ്. അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം, 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഞാൻ വിത്ത് ക്ലിയർ സോഴ്സിൽ നിന്നാണ് പറയുന്നത്. വേണമെങ്കിൽ പൃഥ്വിരാജിന് ഖണ്ഡിക്കാം. പൃഥ്വിരാജ് തന്നെ ഇക്കാര്യത്തിൽ വെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ല ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് താങ്കൾക്ക് കിട്ടിയ സോഴ്സാണ് എന്റെ സോഴ്സാണ്. പൃഥ്വിരാജ് ആകണം എന്റെ സോഴ്സ് എന്ന് വാർത്തയിൽ പോലും നിർമ്മാതാക്കളുടെ സമ്മർദ്ദം കൊടുത്ത വാർത്തയുടെ സോഴ്സിനേക്കാൾ സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ താങ്കൾ ഈ വിഷയത്തിൽ? കൊടുത്ത വാർത്ത ഞാനല്ലോ ഡോക്ടർ അരുൺ തർക്കത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി പറയുന്നില്ല. താങ്കൾക്ക് ഇത് കൊള്ളാം. പൃഥ്വിരാജ് മീഡിയയോട് പറയണ്ടല്ലോ, വെട്ടാമെന്ന് തീരുമാനിച്ചത് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നതും പൃഥ്വിരാജ് തന്നെയാണ്. അല്ല, ആന്റോ അഗസ്റ്റിൻ ഇവിടെ പറഞ്ഞല്ലോ, ആന്റോ സാർ പറഞ്ഞപ്പോൾ എതിർത്തില്ലല്ലോ, സെൻസറിംഗ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിക്കും. ഞാൻ എതിർക്കേണ്ടത് എവിടെ തീരുമാനിക്കണമെന്ന് സുജയ തീരുമാനിക്കണ്ട. ഞാൻ പറയുന്നതിനകത്ത് അല്ല ഡോക്ടർ അരുണിന്റെ തിട്ടൂർ അനുസരിച്ച് എനിക്ക് ഇങ്ങോട്ട് വേണ്ടത് അല്ല, അത് ഇങ്ങോട്ട് വേണ്ട. പരസ്പരം മാന്യതയോടെയാണ്. അല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ വിഷയത്തിലും. ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അല്ല ഇങ്ങോട്ടേക്ക് ഞാൻ പറയുന്നില്ല. അല്ല, പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ RSSന് പൊള്ളിയെന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈ കെട്ടി ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേട്ടോ? അല്ല, പൊള്ളിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ്. ഏറ്റവും അവസാനം ചിത്രമേറ്റെടുത്ത ഗോകുലം ഗോപാലനടക്കം പൊള്ളിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസർക്ക് പൊള്ളുന്നു. പ്രൊഡ്യൂസർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. ഡോക്ടർ അരുൺ, വെട്ടിയ പടം ബുധനാഴ്ച തിയേറ്ററിൽ കാണാൻ താങ്കൾ കാത്തിരുന്നു. താങ്കൾ പറയുന്നത് പോലെ വെട്ടിയിരിക്കും. 17 വെട്ടെന്നല്ല, അത് മാത്രമേ. ഒരു മാധ്യമ പ്രവർത്തകൻ സുജയ പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഒരു മീഡിയ പീസ്, ഒരു സിനിമ ഒരു മീഡിയ ആണല്ലോ, അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ശരി, താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വിഷമമില്ല അങ്ങനെ പറയുന്നത്.